ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളുപതിച്ചൊരാ വേവിന്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. എന്തെങ്കിലും ഒരു വരി കുടിക്കാത്തവർ ഇവിടെ ആരുമില്ല. ആ നിലയ്ക്ക് എല്ലാവരും സർഗ്ഗധന്യരാണ്. ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും സർഗ്ഗ തുളസി എന്ന് തന്നെ ഈ ഗ്രൂപ്പിന് പേരിട്ടത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കണ്ടതെല്ലാം ഒന്ന് കാണണം, കണ്ടതിൻ വാസ്തവം എന്തെന്നറിയണം. ആരാണ് നേരെന്നറിയണം, നേരിന്റെ വിലയറിഞ്ഞൊരു വാക്കുരയ്ക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം. പാൽപുഞ്ചിരിപ്പിച്ച വച്ചു വളർന്നൊരാ ബാല്യത്തിലൂടെ നടക്കണം. നന്മയാം വിത്തുകൾ പാകി മുളപ്പിച്ച തൊടികളിലൂടെ നടക്കണം. സായന്തനങ്ങളിലാലിൻ ചുവട്ടിലാത്തണമുള്ള കാറ്റേറ്റിരിക്കണം. വയലേല കതിർ ചൂടിയാടും വരമ്പിലൂടെ ഇളവയിലേറ്റ് നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. വന്ന വഴിയോർത്തോർത്തു പോകണം. ഇത് സർഗ്ഗതുളസിൻ്റെ ഒരു പ്രിന്റ് മാസികയായിരുന്നു. അത് ഏറെക്കാലം രക്ഷാഭിഷായിട്ടൊരു മിനി മാസികയായിട്ട് ജനിച്ചതായിരുന്നു. പിന്നീട് അത് ഓൺലൈൻ സാഹിത്യ കൂട്ടായ്മയായിട്ട് മാറി. MT പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് മനുഷ്യസ്നേഹത്തിൻ്റെ കൈവിളക്ക് എവിടെയോ വീണു പോയിരിക്കുന്നു. 1000 കയ്പുകളുടെ മധ്യത്തിൽ നിന്ന് ഒരു മാധുര്യത്തിലേക്ക് നാം എത്തിച്ചേരാതിരിക്കില്ല. ലോകത്തുള്ള ദുഃഖം തൻ്റേതാവുമ്പോഴാണ് സംവേദനക്ഷമത ഉണ്ടാകുന്നത്. ഇലക്ട്രോണിക് മാധ്യമം എത്ര വളർന്നാലും അക്ഷരത്തിൻ്റെ സംഘാതമായ സാഹിത്യത്തിനും മരണമില്ല എന്ന MTയുടെ വരികൾ പോലെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം, കാഴ്ച, ആ വായന, എഴുത്തിൻ്റെ പ്രസക്തിയൊക്കെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു കൂട്ടായ്മ. പിന്നെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മളിത് പൊതുപരിപാടികളായിട്ടല്ല നടത്തുന്നത്, വീടുകൾ മുഖാന്തരമാണ്. അപ്പോൾ വീടുകൾ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കൈവിളക്ക് അവിടെ തെളിയാണ്. ഒരു കൂട്ടുകുടുംബം പോലെ ഒരുപാട് യുവ എഴുത്തുകാരെയും കഴിവുള്ള എന്നാൽ മുൻനിരയിലേക്ക് വരാൻ കഴിയാത്തവരൊക്കെ ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അധികം സന്തോഷം. വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ എഴുതി തെളിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു കൂട്ടായ്മയാണ് സർഗ്ഗതുളസി. ഒരു വേദി കിട്ടുന്നതിന്റെ 10 ഇരട്ടി അല്ലെന്ന 100 ഇരട്ടി ഒരു സന്തോഷവും സൗഹൃദവും സ്നേഹവും ആളുകൾ തമ്മിലുള്ള ഇഴയെടുപ്പും ഒക്കെ ഉണ്ടാവാൻ ഓരോ വീടുകളും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇനിയും അത് അങ്ങനെ തന്നെയാവും.